ശേഷം ചെയ്യുന്ന ആദ്യത്തെ വ്ളോഗാണ് അനിയത്തിന്റെ. എന്താ അമ്മ 10K കഴിഞ്ഞിട്ട് നോക്ക്. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്താ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേകല്ലേ മോളെ? ഒരു 2 വർത്താനം അല്ല നിന്റെ എന്താ ദൈവീയോ മോളെ. ഇവിടെ നീ മോളിലോട് എത്തണമെങ്കിൽ സിനിമയിലോട്ട് ഓടണോ? അതായത് ഫ്ലാഷ് ഒക്കെ പോലല്ലേ. ആ അവളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോളെ പറഞ്ഞോ പറയാതെ. ഇപ്പോൾ 10K കഴിഞ്ഞ് 11K എത്തിയിരിക്കുന്ന ഒരു വലിയൊരു സെലിബ്രേറ്റ് ലൈഫ് വാഴുന്ന 2 ടവർ എടുത്തിട്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? എൻ്റെ മോനെ ചാവിക്ക് കൊട്ടേഷൻ എടുത്ത ഗുണ്ട ബിനു. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും എൻ്റെ ഓഡിയൻസിനോട്? എൻ്റെ ഒരു കോർ ഓഡിയൻസ് ഇല്ലേ നമ്മളെ? അമ്മ എന്തുമോൾ ഇന്ന് സെലിബ്രേറ്റ് ലൈഫിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി ഒരു നിമിഷം? പറഞ്ഞ് വെള്ളമൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി വരുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ദിവസം? അമ്മയ്ക്ക് ഞെട്ടിപ്പോയി കോരി തെറിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് നമ്മളെ ഫുഡിനായിട്ട് 2 വാക്ക് വരാൻ പറ്റുമോ? പവറിങ് ഓഫ് ആവുന്നതിനെ നമ്മളൊന്ന് പറയോ എന്തെങ്കിലും 2 വാക്ക്? ഇവിടെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം സംസാരിക്കൂല. ഇവിടെ ഫുള്ള് റൈറ്റപ്സ് കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യാറ്. അപ്പോ ആ എഡിറ്റിങ് എങ്ങനെയാണ് അങ്ങനെ എത്തിയേ? സ്നേഹമുള്ള ഭാര്യ, എൻ്റെ ഭാര്യ എൻ്റെ പെങ്ങളെ നന്നായി കെയർ ചെയ്യുന്നതാണ് എനിക്കൊരു സന്തോഷമാണ്. ചോറ് നല്ല കറിയൊക്കെ ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ സക്സസ്ഫുൾ ആവാൻ പറ്റിയത് യൂട്യൂബ് ചാനല്? അമ്മയ്ക്ക് എന്താ അതുകൊണ്ടാണോ? അത് നെച്ചൽ വർത്താനം ഇതിന് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അച്ഛൻ തരും. അച്ഛനാണ് ഈ സക്സസിന്റെ എന്റെ മോളെ യൂട്യൂബ് കയറി സക്സസ്ഫുൾ ആവാനുള്ള കാരണം. അച്ഛൻ ഫലിതം പോലെ പറഞ്ഞു. നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനാണ് അവളെ കുറെ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അവള് എങ്ങനെയാ ഭക്ഷണം കഴിച്ചാ എത്ര അരിമണി ഉണ്ട് ഇപ്പൊ? എത്ര എടുത്ത് കഴിച്ചു മോളെ? ദ വ്ളോഗ് മസ്റ്റ് ഗോ ഓൺ. ദ വ്ളോഗ് മസ്റ്റ് ഗോ ഓൺ. നമ്മൾ പറഞ്ഞേ പറ്റത്തെങ്കിലൊക്കെ. കാരണം ഓള് യൂട്യൂബർ ആവണമെന്ന് വിചാരിച്ചായതല്ല. ആ കഴിക്കച്ച അതൊരു 10 മിനിറ്റ് വ്ളോഗ് ഓളെ. മോളെ പവറിങ് ഓഫ് ആവുന്നതിന് മുമ്പേ എങ്ങനെ മോളെ? ആ ഇത് ഇവിടെ എന്തിന് ഇന്ദുമോള ആരാ? നീ ഇന്ദുമോള ആരായിട്ടാ വര? നീ ഇന്ദുമോളെ മരുമോളാ? എന്തിന് അമ്മായിയമ്മ അങ്ങനെ എന്ത് പറയല്ലേ? ഇന്ദുമോള അമ്മായിയമ്മ അല്ല, ഇന്ദുമോള അമ്മായിയമ്മ. ഈ എന്തായി വരിക? ഇന്ദുമോളെ ഏട്ടത്തിയമ്മ. ഓക്കെ, ഏട്ടത്തിയമ്മേന്റെ ഇന്ദുമോളെ ചാനലിനെ പറ്റി എന്താ പ്രൗഡാണോ? എന്താണ് തോന്നുന്നത്? പ്രൗഡാണ് ഇങ്ങനെ ഒരു ചാനലൊക്കെ എത്തിയോള് അല്ലേ? പക്ഷെ എന്നോട് ഈ അങ്ങനെയല്ലേ പറയലേ? സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും സന്തോഷമാണ്. സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇന്ദുമോൾ ഇന്ന് കഴിക്കുന്നത് ഓരോ അരിമണിയും പെറുക്കി കഴിക്കുന്ന 10 മിനിറ്റ് വ്ളോഗ്. ഇവിടെ ശരിക്കല്ലേ ഇവിടെ പറ്റി പറയാനാണെങ്കിൽ 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ഇവള് യൂട്യൂബർ ആവണമെന്ന് ജന്മം അവള് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വിധി ഇവളെ ആക്കി തീർക്ക്. നമ്മളങ്ങനെ കഴിക്കട്ടെ. ആൾക്കാരെന്താ വിചാരിക്കുക? ഓരോ അരിമണി വെച്ചങ്ങനെ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കില്ല ഇവള് ഈ കറി ഒഴിക്കാൻ വേണ്ടിയുള്ള ഒരു കട്ടാണ് ആ കുഴി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താണെന്ന് പവറിങ് ഓഫ് പറഞ്ഞാൽ വ്ളോഗ് അവസാനിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക വേണ്ടത് ഇന്ന് നോക്കുമോ? ഇനിയിപ്പോൾ ഇവള് പവറിങ് ഓഫ് പറഞ്ഞു കഴിഞ്ഞാ അച്ഛൻ പറയും. അത്രയും ആത്മാർത്ഥതയുള്ളൊരു കൊച്ചു കുടുംബം ഞങ്ങളത്. നമ്മളെന്തെങ്കിലും 2 വാക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ യാത്ര എന്തൊക്കെയായിരുന്നു, എവിടെയായിരുന്നു, അങ്ങനെ ഒന്ന് പറയുമോ? പ്രേക്ഷകർ കാത്തിക്കുക എൻ്റെ. അല്ല ചാ ഓള് 2 വാക്ക് പറയാതെ. ഓളെ വ്ളോഗായണ്ടേ. നമ്മളെ 2 വാക്ക് പറയോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വാ 2 വാക്ക്, നല്ല വാക്ക്. 2 വാക്ക് അമ്മ പറഞ്ഞു. ഇനി മോള് 2 വാക്ക് പറയും. ഇന്നത്തെ യാത്രേനെ പറ്റിയ 2 വാക്ക്. അല്ല ഒരു 2000 വരുന്ന പാരഗ്രാഫിൽ ഒന്ന് പറയോ? ഏകദേശം 45 മണിയോളം കഴിച്ചു കഴിഞ്ഞത്. അപ്പോൾ
അമ്മേ ഇവിടെ പെരിയ അമ്മയൊക്കെ ഇവിടെ അമ്മയുണ്ട് കേട്ടോ. നല്ല സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് ചോറ് മാത്രം മതി. കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് കൂടെ കൂടി പണ്ടത്തെ ഒരു ശീലത്തേറ്റ്. മോളെ 2 വാക്ക് പറഞ്ഞേക്കാം. പത്തിരിയും നെയ്യൂല്ലേ അമ്മ? നാടൻ നെയ്യിൻ്റെ ആളെ നെറുനെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മോളെ 2 വാക്ക്. വെണ്ണ ഇഷ്ടാ? അല്ല മെയിൻമോൾ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത് ശരിയാണോ? ഒരു ഓളെ ചാനലിലേക്ക് എടുക്കുന്ന വീഡിയോയിൽ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? ഓ അങ്ങനെ ഉണ്ടാവും അല്ലേ? അമ്മയ്ക്കൊക്കെ അറിയാം ഏകദേശം. ഓള് ഫുള്ള് എഡിറ്റിങ് ഓള് ഇവിടെ എടുത്തു കൊടുക്ക്. ഞങ്ങള് വിഷ്വൽസ് ഇല്ല കറി പോലെ ചേക്കി ഇനി അറിയണ്ട. ഞാൻ മൊത്തം വിഷ്വൽസ് ഇങ്ങനെ എടുത്തു കൊടുക്കലുള്ളൂ. ബാക്കിയൊക്കെ ഓള് എഡിറ്റ് ചെയ്യാനാണ് സ്വതവേ യൂഷ്വലി ഉണ്ടാവാറ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇപ്പൊ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഓള് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കും. എന്നിട്ട് പിന്നെ എന്നാ അപ്ലോഡ് ചെയ്യാൻ എങ്ങനെ അന്ന് ഇപ്പൊ റിവ്യൂ ചെയ്ത് കേട്ടോ ഓളെ അപ്ലോഡിങ് ടൈം സീക്രട്ട് അല്ലേ? എല്ലാവർക്കും ഉപ്പേരി മറ്റേ ഏട്ടാ കുറച്ച് കൊടുക്കട്ടെ വേണ്ടെന്നല്ലേ പറഞ്ഞ് ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളെ അതിൻ്റെ സക്സസിനെ പറ്റി എല്ലാവർക്കും അറിയണം നല്ല ആഗ്രഹം ഉണ്ടാവും. ഞാൻ തമാശയല്ല. ഇതെൻ്റെ ഒരു 10 മിനിറ്റ് വ്ളോഗാണ് ലൈഫ്. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഇവിടെ വ്ളോഗിനെ പ്രത്യേകത ഇവിടെ എടുക്കൽ മാത്രമേ ഞാനുള്ളൂ. എടുക്കൽ മാത്രം. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഓൾ തന്നെയാണ് ചെയ്യാറില്ല ഓളെ വീഡിയോൻ്റെ. അപ്പോൾ അതാണ് അവിടെ ഒരു ഇന്നിപ്പോൾ ഓരോ വ്ളോഗ് എത്രയോ മിനിറ്റ് ഞാൻ എടുക്കൂ. 1.5 ലക്ഷം ലോൺ കിട്ടും എനിക്ക്. 2 തിരിക്കാൻ പ്ലീസ്. 1.5 ലക്ഷം ലോണോ 1.5 ലക്ഷം EMI ഒന്നും കിട്ടുകയല്ല. മോള് ഇതിൻ്റെ 10 മിനിറ്റ് വ്ളോഗ് എടുക്കായിട്ടുണ്ട് പറഞ്ഞ ഒറ്റ. എന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുകയല്ലേ? ഇത് നാച്ചുറൽ ആണോ? ഇതൊക്കെ റീച്ചമ്മേ. ഓടുന്ന വ്ളോഗൊക്കെ റീച്ചാ. 8ഉം 10ഉം കരയാണ് രണ്ടും കൂടെ. ഓളിപ്പോ എടുക്കുന്ന വീഡിയോ അല്ലേ അമ്മേ? ഓളിത് പോസ്റ്റ് ചെയ്യും. ഇതിന്റെ വ്യൂസ് 2K 3K ഒക്കെ. അതിന് സംഭവം എന്റെ ഫേസ് വാല്യൂ ആണോ? എങ്ങനെയാ സംഭവം? ഫേസ് വാല്യൂ ലവേഴ്സോ? സത്യം ഞാൻ ഞെട്ടിപ്പോയി. അല്ല മോളെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ കൈ കുഴയുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടത്? സത്യം കേട്ടോ. ഇതിങ്ങനെ കണ്ടിരിക്കല്ലേ ആൾക്കാർ എത്ര മിനിറ്റ് വീഡിയോ ഇതൊക്കെ എങ്ങനെ? ഓള് ഫസ്റ്റ് വ്ളോഗിന് 4K വ്യൂസാ. ഞാനൊക്കെ പണ്ട് സൈക്കോമാൻ ഇട്ടാൽ മതിക്ക് 100 വ്യൂസ് പോയില്ല. വേണ ചിരിച്ചോ ചത്തോ? തമാശയുടെ ചിരിച്ചോ? എന്തുപോലെ കേരളത്തിലെ നമ്പർ വ്ളോഗർ ടു ബി ഒറ്റയ്ക്ക് 10 ഒരു മാസം കൂടെ ഇല്ല ചാനലിന് വേണ്ടി. അപ്പോഴേ സക്സസ്ഫുള്ളായി. എനിക്ക് എപ്പോഴും എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് ടൈം എങ്ങനെ കണ്ടെത്താതെ അറിയാം. 2-3 ചോദ്യം കുറച്ച് പൈസ ആണ്. അഹങ്കാരം പാടില്ല. അഹങ്കാരം പാടില്ല. നമ്മൾ എത്ര വലിയ ചില അഹങ്കാരം പാടില്ല. എനിക്ക് എല്ലാവർക്കും കുട്ടിക്കാളിൽ തന്ന വൈബൊക്കെ അല്ലേ ഉള്ളൂ. ഇന്ന് ചോറിന് ഈ പച്ചക്കറി ആയപ്പോ പച്ചക്കറി കൂട്ടാൻ നമുക്ക് പച്ചക്കറിയാണോ ഇഷ്ടം അല്ലെങ്കിൽ ചിക്കൻ കറിയാണോ ഇഷ്ടം? നമുക്ക് വെണ്ടക്കത്തോരൻ ഇഷ്ടം. ഇവിടെ ഇഷ്ടമാണെങ്കിൽ വെണ്ടക്കത്തോരൻ ഉണ്ടാക്കുക, അതിങ്ങനെ കഴിക്കുന്ന വീഡിയോ ഇടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ള ഫീൽഡിലാണ് എത്തിക്കോളൂ. വെണ്ടക്കത്തോരൻ്റെ വീഡിയോസൊക്കെ ഇപ്പം ചോറ് കുഴച്ചപ്പോൾ എത്രത്തോളം കുഴയ്ക്കാൻ പറ്റുന്നുള്ളത് ഓരോ വീട്ടിലും കുഴക്കണം. ഇതെന്താ എങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞത്? ദോശ ഒരു 15-20 മിനിറ്റ് വീഡിയോ ഉള്ളൂ. ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കേണ്ട ടൈം ഞാൻ ആയിരിക്കുന്നത്. ലൈഫായി പോയില്ലേ? കുറച്ച് പൈസ കാണാൻ മക്കൊക്കെ ഏട്ടൻ തരാൻ പൈസ കാണോ? ആരും ചെയ്യരുത്. ആരും തരാൻ നമുക്ക് പൈസ ഞാനുള്ളൂ. ഇപ്പൊ കറക്റ്റ് ഫിനാൻഷ്യലി കയ്യിലുള്ളെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. കൂലിപ്പണി ഏട്ടനൊക്കെ കഴിഞ്ഞ് പോകണം. നല്ല പണിയാണ് കൂലിപ്പണി എന്നൊക്കെ പറഞ്ഞാൽ. പണിയൊരു മോശമൊന്നുമില്ല. പക്ഷെ ഓളെങ്ങനെ എത്ര റീച്ചിലേക്ക് എത്തിയാണ് ഇരിക്കുന്നത്. ഒറ്റയടിക്ക് 10K പിന്നെ ഇപ്പോൾ 4K. എത്ര സബ്സ്ക്രൈബേഴ്സ് കയറുന്നുള്ള ചാനലിൽ
ഞാൻ തുടങ്ങിയ പത്രമൊന്നുമില്ലേ സത്യോ ഇവിടെ ചാനലിൽ ഞാനാണ് വ്ളോഗ് ചെയ്യുന്നത്. അതും പറഞ്ഞ അവള് ഇവിടെ കളിക്കല്, അതും പറഞ്ഞ ദേവട്ടി കരയില് നിന്റെ ചാനലാണെങ്കിലും എന്തുപോലെ ചാനലാണെങ്കിലും ചാനലൊന്നും ചാനലാണ്. അരിമണി ഏകദേശം ഇവിടെ എന്താ പണി വീട് ഇട്ടത് എന്റെ വെക്കിട്ട് കയറാൻ നിൽക്കുന്ന കാണുമ്പോഴേക്കൂ അത് അറിയാൻ വരണ്ട ചോദിക്കുക. അച്ഛനോട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നിട്ട് കണ്ടോനെ വെക്കിട്ട് കയറാൻ നിൽക്കുക. സ്വന്തം കാര്യം വേണം സ്വന്തം ചെയ്തോ, കണ്ടര കാര്യം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലതൊക്കെ. അല്ലമ്മേ അരിമണിയില് മറ്റേ ഗോതമ്പ് മണി കയറുന്നു. ഞാൻ പോവുക എവിടേക്കെങ്കിലും. മോളെ പോവാണെങ്കിൽ ഏറ്റവും നല്ല പോകുന്നേ ഒന്ന് ഗോകർണം 3 ലൊക്കേഷൻ പറഞ്ഞ. ആ വേണ്ട 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 10 അമ്മയ്ക്ക് കുടിക്കാം, അമ്മയ്ക്ക് തന്നെ കഴിയില്ല. നെയ്യ് അന്ന് എന്നാ നെയ്യ് ഉപ്പ് മാത്രമല്ല കഴിച്ചത്. എന്ത് തോന്നി ചോറിന് പച്ചക്കറി എങ്ങനെയുണ്ട് മോളെ? അമേരിക്കയിലെ സാൽമൺ ടേസ്റ്റ് ഉണ്ടോ? അവൾ പണ്ട് UK ഫോറിൻ സ്റ്റഡീസ് കഴിഞ്ഞ് വന്നോണ്ട് 3 കൊല്ലം വെള്ളല്ലേ നാട്ടില് UK മാറിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ബ്ലോഗർ ഉണ്ട് ഞാനുണ്ടാകും. എന്തുമോളെ ഫോക്കസ് എൻ്റെ ഫേസ് വാല്യൂ ഇത്ര അങ്ങനെ കൂടുതൽ കാരണം ഇപ്പോഴാണ് ഓടുന്ന സമയം. ക്ഷമ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യുന്നത്. പക്ഷേ സൂപ്പ് ഉണ്ടാക്കുമ്പോഴേക്ക് ആട് വെച്ചുണ്ടാക്കാറില്ല. ഇതേട്ടെ എനിക്ക് എന്തുമ്പോൾ പറ്റി എന്താ പറയാൻ പറ്റും? നല്ല കുട്ടിയാണ്. നറുനാടൻ കുട്ടി എന്ന് പറഞ്ഞാൽ എന്തുമാണ്? ആ നറുനാളെ എന്തുമ്പോൾ ലൈഫിൽ ഇപ്പോൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര പ്രിപ്പറേഷനാണ്. ഞാനിപ്പം ലൈഫിൽ ഇങ്ങനെ പഠിക്കാൻ ഞാൻ എന്തുപോലെ ശരിക്കും ഇൻസ്പയർഡാണ്. കാരണം എന്താ പറയുക, നമ്മൾ തോറ്റിട്ടും പിന്നെയും കിട്ടുന്നുള്ള പരിശ്രമം ചെയ്യുന്ന ഏറ്റവും വലിയ ആൾ എന്തുമാണ്. അതാണ് ഈ ലൈഫിൽ ഏറ്റവും വലിയ സക്സസ്. പ്രതീക്ഷ കൈവെടിയാതെ വീണ്ടും നമ്മൾ കര കയറാൻ വേണ്ടി ശ്രമിക്കൂലേ. അത് നമ്മൾ കടലിൻ്റെ നടുവിനാണ് നിന്നെന്നുള്ളത് അറിയാഞ്ഞിട്ടും നമ്മൾ നീന്തി തുടങ്ങുന്നതൊക്കെയാണ് അതിനകത്തുള്ളൊരു ഘടകം. അമ്മയ്ക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? ഓ 2 അരിമണി വായിലേക്ക് പോയോണ്ട് മെച്ചായി. ഇന്നലെ കഴിച്ച പാത്രം വരെ ഈ എന്തേ ചെയ്യാറുണ്ടോ വീട്ടില് പണി? ഡയലോഗ് കൊറേ കൊല്ലങ്ങളായി ഇവിടെ ഒന്നും ചെയ്യാത്ത ഇന്നലെ വരെ കഴിച്ച പാത്രത്തിന് ആൾക്കാരെ പോയി കൊല്ലങ്ങളായിട്ടൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ ഓമനിച്ചാണ് ഞാൻ ഈ ലെവലിലെത്തിയത്. ഇന്ത്യ ലെവലിലെത്തണമെങ്കിൽ മിനിമം ഒരു വേണം. എൻ്റെ ലെവലിൽ +2 ക്വാളിഫിക്കേഷനോ ഡിപ്ലോമ ഡിഗ്രിയും വേണം. അതില്ലാത്തവരെ നിന്നോട് സംസാരിക്കാൻ നിൽക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. മോൾക്ക് സംസാരിക്കട്ടോ, മോൾ പ്രൊഫഷണൽ ഡിഗ്രി അല്ലേ. ഇന്ദുമോളെ ലൈഫിൽ സക്സസ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ദുമോളെ ലൈഫിൽ സക്സസ് കാരണം അമ്മയാണ്. ഇന്ദുമോളെ തോൽവിയുടെ രഹസ്യം അമ്മയാണ്, വിജയത്തിൻ്റെ രഹസ്യം അമ്മയാണ്. അവൾക്ക് ചോറല്ല അച്ഛാ ഇത് ഒന്ന് ആലോചിക്കട്ടെ അച്ഛാ. നാളെ വെക്കുവോ? വേണ്ടി വരും മിക്കവാറും. അതെന്തിനാ കുഞ്ഞുമോളെ അച്ഛാ കുറച്ച് വിട്ടു വരും. ആ വിളിച്ചാ ഇപ്പൊ നമ്മളെ ബ്ലോഗില് എവിടുന്ന ഓഡിയൻസ് വരുന്നത്? ഇത്രയും ഓഡിയൻസ് എന്തുകൊണ്ട് ട്രാഫിക്കിൽ വരുന്നത്? ട്രാഫിക് പറഞ്ഞാൽ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 2 നടത്തത്തിന്റെ സ്പീഡ് വെച്ചിട്ട് മോള് ചളിക്കല്ല, മോൾ എന്ത് പറഞ്ഞാലും ചിരിക്കും. അത് മോക്കൊരു അസുഖമാണ് ഇപ്പോൾ ഉള്ളത്. ഓർത്തോപോഡിയ ബിബിസാലി എന്ന് പറയുന്ന അസുഖമാണ്. അന്ന് ഗൂഗിളിലൊക്കെ കിട്ടും. ഇത്
ഇത് പോസ്റ്റ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ടാവും വീഡിയോ. മോള് കുറേ വലുതായി കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ മിസ്സാവാലോ മോള് കടന്നു പോയ സമയം അതൊരിക്കലും നമുക്ക് മിസ്സാവില്ല. കാരണം എന്താ എല്ലാം യൂട്യൂബിലുണ്ട്. ക്ഷമ എന്നെ ക്ഷമ പഠിപ്പിക്കുന്ന ഒരു ജീവിയാണ് മോളെ. ആരാ അങ്ങനെ ജീവിണ്ട്? ശരത്തോ? എന്താ അങ്ങനെ ഓരോ ഉരുള കഴിച്ച് എനർജി പ്രാപിച്ചിട്ട് അടുത്ത വരും ചർച്ചകളൊക്കെ. മോനെ ഒളിച്ചോടാൻ പോവാ അമ്മേ. ഞാൻ രാവിലെ ഒറ്റയ്ക്കാൻ കിടക്കില്ല ഇത് പേടിയാ. എനിക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല. അല്ല എങ്ങനെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്നത്? ഇപ്പൊ ക്ലാസ് പോകണമല്ലോ, അപ്ഡേഷൻ കിട്ടാൻ ചോദിച്ചോ. അപ്പോൾ ഏത് വഴിക്ക് തൂറാൻ പോയാലും ഈ അയ്യൊക്കെ ഉണ്ട് കേടാ. അല്ല മോളെ ഈ കാർക്ക് വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ഇന്ന് കെമിസ്ട്രിയും എല്ലാത്തിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അറിയാമോ, എന്താണ് തോൽവിയോടെ ഹാപ്പിയോ? പക്ഷെ ഒക്കെ പൈസ ഒന്നും വേണ്ടടാ. അവിടെ പോയി ചേർന്നിട്ടുണ്ടെങ്കിൽ പൈസ വേണ്ട. അമ്മയിലേക്ക് കഥ മാറി. അതെന്തൊക്കെ പൈസ വേണ്ടാത്ത? മെറിറ്റ് സീറ്റൊക്കെ നല്ല മാർക്കുണ്ട് പ്ലസ് ടുവിന്. നല്ല മാർക്കുണ്ട്. അവൾക്ക് എത്ര മാർക്ക് ഉണ്ട് അമ്മേ? പ്ലസ് ടു എത്ര പൊന്നുമോക്ക് മാർക്ക്? പൊന്നുമോ കുറച്ച് മാർക്കൊക്കെ ഉണ്ട്. എത്ര ഉണ്ട്? നിന്റെ എത്ര പ്ലസ് ഉണ്ടോ? 50, 60. അതൊക്കെ ഒരു മാർക്കാണ്. 60% മാർക്കുണ്ട്. 60%? ബീജം ഇട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് അടിക്കാറുണ്ട്. ഇതൊരു 16 മിനിറ്റ് വീഡിയോ ഉണ്ട്. ഇത് എന്താ കട്ട് ചെയ്യുക? ഈ ആണോ കട്ട് ചെയ്യുക അല്ലെങ്കിൽ? മോനെ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇടയല്ലേ ഉള്ളു. നമ്മുടെ ചാനൽ പറഞ്ഞ ഒരു സെലക്റ്റീവ് ചാനലാണ്. ഒരു പവറിംഗ് ഓഫ് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് പവറിംഗ് ഓഫ് എന്തോ ഈ ചോറുന്നു